पूजनीय स्वामी चैतन्य जी महाराज, मित्रानंद जी महाराज, श्री आदरणीय कृष्णमूर्ति जी, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിവേകാനന്ദാശ്രമം വെള്ളിമല ഇവിടെ കീഴിലുള്ള ഹിന്ദുധർമ്മ വിദ്യാപീഠത്തിൻ്റെ പ്രവർത്തകരെ, അതിന് നേതൃത്വം കൊടുക്കുന്നവരെ, വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഒരു ധന്യമായ ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഞാൻ ആദ്യമായി ഒരു ക്ഷമാപണം നടത്തുന്നു. എനിക്ക് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന നമ്മുടെ നാട്ടിലെ, ഭാരതത്തിലെ ഏറ്റവും ചരിത്രമുള്ള ഭാഷകളിലൊന്നായ, ക്ലാസിക് ലാംഗ്വേജുകളൊന്നായ, ഏറ്റവും മികച്ചു നിൽക്കുന്ന തമിഴിൽ നിങ്ങളോട് സംവദിക്കാൻ കഴിയുന്നില്ല. കാരണം തമിഴ് എനിക്ക് അങ്ങനെ കേട്ടാൽ മനസ്സിലാവും, പക്ഷെ പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരീ ഭാഷയായ മലയാളത്തിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇംഗ്ലീഷ് എനിക്ക് പറയാൻ സാധിക്കും, പക്ഷെ അത് വിദേശ ഭാഷയാണ്. നമ്മുടെ ഭരണഘടനയിൽ 1956 നെഹ്റുജി ഒരു ഭേദഗതി കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, ആ 350 വകുപ്പിൻ്റെ ഭേദഗതിയിൽ പറഞ്ഞൊരു പുതിയ നിയമമുണ്ടാക്കി. മാതൃഭാഷയാണ് എല്ലാവരും, നമ്മുടെ ഇന്ത്യൻ ഭാഷകളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്നുള്ളതായിരുന്നു ആ ഭേദഗതി. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് കഴിഞ്ഞ് ഏതാണ്ട് 70 കൊല്ലത്തോളം 66 കൊല്ലത്തോളം കഴിഞ്ഞിട്ടും നമുക്ക് നമ്മുടെ മാതൃഭാഷയിലേക്ക് നമ്മുടെ കുട്ടികളെ വേണ്ടത്ര കൊണ്ടെത്തിക്കാൻ സാധിച്ചില്ല എന്ന് കരുതുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. മാത്രമല്ല, പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് ഞാൻ സ്വാമിജിയോട്, എൻ്റെ അടുത്ത് വന്ന എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു ഏത് ഭാഷയിൽ സംസാരിക്കണം. അപ്പോൾ സ്വാമിജി പറഞ്ഞു മലയാളത്തിൽ സംസാരിച്ചാൽ മതി. അതുകൊണ്ട് അദ്ദേഹം നിശ്ചയിച്ച സമയവും ഉണ്ട്, 20 മിനിറ്റ് 25 മിനിറ്റ് കൂടുതൽ ഞാൻ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. വിദ്യാഭ്യാസം എന്തെന്ന് ചോദിച്ചപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ മറുപടി എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ച പിടിച്ച് നിൽക്കുകയാണ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ വിത്തിൻ എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യനിൽ അന്തർലീനമായ സർഗശക്തിയുടെ പുറത്തു കൊണ്ടുവരലാണ് വിദ്യാഭ്യാസമെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജിയും അതേ ആശയം തന്നെ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് വസ്തുത. അപ്പം നമ്മുടെ ചിന്തയും വികാസവും നാഗരിക ഗ്രാമ മുന്നേറ്റങ്ങളുമെല്ലാം തീർച്ചയായും മാതൃഭാഷ ഉൾക്കൊണ്ടുകൊണ്ടാകണം, നമ്മുടെ പ്രാചീന ഭാഷകളെ ഉൾക്കൊണ്ടുകൊണ്ടാവണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെസ്റ്റ് ലുക്കിംഗ് ആകാൻ പാടില്ല. നമ്മളൊരു ഭാഷയ്ക്കും എതിരല്ല, ഇംഗ്ലീഷിനോ ഫ്രഞ്ചിനോ ഒരു ഭാഷയ്ക്ക് നമ്മൾ എതിരല്ല. പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മുടെ കണ്ണുകൾ, മാതൃഭാഷ എന്ന് പറയുന്ന കണ്ണുകളാണ്. ആ കണ്ണുകളുണ്ട് നമുക്ക് നേരിട്ട് കാണുന്നതാണ് സുഖകരമായിട്ടുള്ളത്. അതിനെന്തെങ്കിലും വൈകല്യമുള്ളപ്പോഴാണ് നമ്മൾ ഈ കണ്ണട വെച്ചുകൊണ്ട് വാദിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷും മറ്റു ഭാഷകളുമെല്ലാം അതുപോലെയാണ്. ഞാനിപ്പോൾ കന്നഡ വെച്ചുകൊണ്ടാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ തമിഴും മലയാളവും ഒക്കെ നമുക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള ഭാഷകളിലൂടെ നമുക്ക് വളരാൻ സാധിക്കണം. ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല. ഐക്യരാഷ്ട്ര സംഘടന ഏറ്റവും ഒടുവിലായി നടത്തിയ പഠനത്തിൽ
ലോകത്ത് 7000 മാതൃഭാഷകളുള്ളതിൽ പകുതിയിലധികം അർത്ഥപ്രജ്ഞമായി തിരോധാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവർ നടത്തിയ പഠനത്തിൽ പറയുന്നു, പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഹൃദ്യമായി അതിൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് ആശയം നൽകാൻ കഴിയുന്നത് മാതൃഭാഷക്കാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് വർത്തമാന ഇന്ത്യ ഗവൺമെൻറ് നരേന്ദ്രമോദി ഭരണകൂടം മാതൃഭാഷയിൽ 5 മെഡിക്കൽ കോളേജിലെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ 5 എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാഭ്യാസവും കഴിഞ്ഞ കൊല്ലം ആരംഭിക്കാൻ ഇടയായത്. നാളെ അത് എല്ലായിടത്തും വ്യാപിക്കട്ടെ, തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ ഉള്ളിലുള്ള ഒന്നിനെ സ്വാമി വിവേകാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സർഗാത്മകമായി നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒന്നിനെ കൊണ്ടുവരാനാണ് വിദ്യാഭ്യാസം ലക്ഷ്യമാക്കുന്നതെന്ന് നമ്മുടെ സ്വാമിജി ചൈതന്യാനന്ദജി മഹാരാജ് മനസ്സിലാക്കിയത് കൊണ്ടാണ് 49 പേർക്ക് ഞാനിപ്പോൾ ഇവിടെ നിന്നും അവർക്ക് അവരുടെ പരീക്ഷയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഫലകം നൽകുകയുണ്ടായി. ഇത് കോൺവക്കേഷൻ എന്നാണ് അടിച്ചിട്ടുള്ളത്. തീർച്ചയായും അങ്ങനെ ഉള്ളിലുള്ള സർഗശക്തിയെ പുറത്തു കൊണ്ടുവരുന്നു. അപ്പം അതുവഴി അതും ആധ്യാത്മികമായ പശ്ചാത്തലത്തിൽ അത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒട്ടേറെ ആളുകളെ കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ സർഗശക്തി പുറത്തു വരും. അതിന് ഇംഗ്ലീഷും മറ്റുള്ള ഭാഷകളും ഒന്നും വേണ്ട, ഹൃദയത്തിൻ്റെ ഭാഷയെ കണ്ടെത്തുകയാണ് സ്വാമിജിയുടെ ശ്രമം. തീർച്ചയായും യഥാർത്ഥത്തിൽ അടിവേരുകൾ കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സയാണ് അദ്ദേഹം നടത്തുന്നത്. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗശക്തി പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ലോകത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭാരതീയ ആത്മീയതയുടെ മർമ്മം അതാണ്. നീ നിന്നെപ്പറ്റി കണ്ടെത്തുകയാണ്. ആ കണ്ടെത്താനുള്ള യാത്രയാണ് നമ്മുടെ തീർത്ഥയാത്രകൾ. ഭാരതീയ സങ്കല്പത്തിൽ യാത്ര, ജീവിതം ഒരു യാത്രയാണ്. ആ യാത്ര അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ വിജ്ഞാനം ചിന്താവികാസത്തോടൊപ്പം മനുഷ്യ മനസ്സുകളിൽ ആ ലക്ഷ്യപൂർത്തീകരണത്തിലുള്ള ശ്രമത്തിൽ നമ്മൾ ആർജിക്കുന്നത് വിജ്ഞാനമാണ്. ആ വിജ്ഞാനമുള്ളത് കൊണ്ടാണ് ആ ഭദ്രദീപം കൊളുത്തിക്കൊണ്ടാണ് നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താ ഭാരതമെന്ന വാക്കിൻ്റെ അർത്ഥം? മലയാളത്തിൽ പറഞ്ഞാൽ ബാസിൽ രഥമുള്ളത്. ബാസ് എന്ന് പറഞ്ഞാൽ വെളിച്ചം. വെളിച്ചം കണ്ടാൽ ആഹ്ലാദിക്കുന്നവര്, ആ ആഹ്ലാദത്തെ പരമമായ സത്യത്തെ കണ്ടെത്താനുള്ള ആ പരിശ്രമത്തെ വെളിച്ചത്തിൽ ആനന്ദിക്കുകയും വെളിച്ചമേ നയിച്ചാലുമെന്ന് നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാര് മാനവരാശി മുഴുവൻ പഠിപ്പിച്ചതാണ്. പക്ഷേ പാശ്ചാത്യ ലോകം അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ വീട്ടിലൊരു കുട്ടി പിറന്നാൽ അതിൻ്റെ ജന്മദിനം വരുമ്പോൾ എല്ലാവരും സന്തോഷപൂർവ്വം അത് ആഘോഷിക്കാറുണ്ട്. പക്ഷെ പാശ്ചാത്യ രീതി അങ്ങനെയാണോ? നമ്മളെല്ലാ ചടങ്ങുകളും വിളക്ക് കൊളുത്തി നമ്രശസ്കരായി വെളിച്ചമേ നയിച്ചാലുമെന്ന് പറയുമ്പോൾ പാശ്ചാത്യ ലോകം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? ആ വെളിച്ചത്തെ ഊതിക്കെടുത്താനാണ്. ശരിയായ രീതിയിൽ ഊതിക്കെടുത്തുക, ഏറ്റവും മോശപ്പെട്ട തരത്തിൽ ആ വെളിച്ചത്തെ ഊതിക്കെടുത്തുന്ന സംസ്കാരമാണ് നമ്മൾ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർക്കുൾപ്പെടെ ഉണ്ടായിരുന്നത്. ഒരു 10 വയസ്സായ കുട്ടി അതിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, ജന്മദിനം. ആ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആ കേക്ക് മുറിക്കുന്നതൊക്കെ ഭക്ഷണത്തോട് ബന്ധപ്പെട്ട, ഞാൻ അതിനൊന്നും എതിര് പറയല്ല. പക്ഷേ 10 മെഴുകുതിരി അതിന് ചുറ്റും ആ കുട്ടിയുടെ സാന്നിധ്യത്തിൽ കൊളുത്തിയിട്ട് ആ കുട്ടിയെ കൊണ്ട് 10 തവണ അതിനെ ഊതിക്കെടുത്തുകയാണ്. ഈ അപകടകരമായ സംസ്കാരമാണ് നമ്മളെ അടിമകളാക്കിയത്. അതുകൊണ്ട് തന്നെ വെളിച്ചമേ നയിച്ചാലും ആ നയിക്കാനുള്ള ശ്രമത്തെ പൂജനീയ സ്വാമിജി
തൻ്റെ കർമ്മപന്ഥാവിലൂടെ തൻ്റെ തപസ്സിൽ ഊന്നിയ ജീവിതത്തിലൂടെ ഈ പ്രദേശത്തെ ആളുകളെ മാത്രമല്ല കേരളത്തിലും അദ്ദേഹത്തിൻ്റെ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങിയതായി ഞാൻ മനസ്സിലാക്കുന്നു. സ്വാമിജിയുടെ മുമ്പിൽ നന്ദിപൂർവകമായി ഒരു പ്രണാമം അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എന്താ ഭാരതീയ ജീവിതത്തിൻ്റെ മർമ്മം? അധികാരമല്ല വലുത്. അധികാരത്തിനപ്പുറത്ത് രാജാവിനേക്കാൾ ശക്തനായിട്ടുള്ളത് ധർമ്മമാണ്. ഭീഷ്മർ പറഞ്ഞത് ധർമ്മമുണ്ടെങ്കിൽ രാജാവ് വേണ്ട എന്ന. അധികാരത്തിൻ്റെ ദണ്ട്, എല്ലാ അധികാരവും കേന്ദ്രീകരിക്കുന്ന ഭരണാധിപൻ, അത് ഗവർണറായാലും ആരായാലും ശരി, അവരല്ല. അതിനൊക്കെ മീതെ ധർമ്മത്തിൻ്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് ധർമ്മമാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ഒരു മഹത്തായ ഭാരതവർഷത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ കാഴ്ചപ്പാട് നമ്മുടെ പൂർവികർ മാത്രം ഉയർത്തിക്കാട്ടിയതാണ്. അധികാരമല്ല, അധികാരത്തിൻ്റെ ലഹരിയല്ല. അധികാരം ഒരു ലഹരിയായി മാറുമ്പോഴാണ് ലോകത്ത് കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അവിടെ ആ ധർമ്മശക്തിയുടെ അധീശത്വം, രാജശക്തിക്ക് മേൽ ധർമ്മശക്തിയുടെ അധീശത്വമാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ, ഭാരതീയ ജനജീവിതത്തിൻ്റെ, നമ്മുടെ മഹത്തായ ചരിത്രത്തിൻ്റെ മർമ്മമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വാസ്തവത്തിൽ മതേതര രാജ്യം എന്നൊക്കെ നമ്മുടെ ഭരണഘടന എഴുതി വച്ചിട്ടില്ലെങ്കിലും അതാണല്ലോ നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. എല്ലാ ധർമ്മങ്ങളെയും നമ്മൾ സ്വീകരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തമേതാ? ഔപചാരികമായി രാജ്യത്തിൻ്റെ പ്രഖ്യാപിതമായ ആപ്തവാക്യം, ആ ആപ്തവാക്യത്തെ സംബന്ധിച്ചിടത്തോളം സത്യമേവ ജയതേ എന്നുള്ളതാണ്. നമ്മുടെ വേദങ്ങളിലെടുത്തതാണ്. നമ്മുടെ സുപ്രീം കോടതി, ഞാനൊരു അഭിഭാഷകനാണ്, അന്തിമമായി നിയമത്തെ വ്യാഖ്യാനിക്കാനുള്ള ആധികാരികമായി എന്തും അന്തിമ വിധിക്ക് വിധേയമാക്കാൻ ഭൗതിക ലോകത്തിൽ നമ്മുടെ സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നിങ്ങൾ പോയാൽ സുപ്രീം കോടതി ആപ്തവാക്യം, ആ ആപ്തവാക്യം ഏതാ? ആപ്തവാക്യമാണ് യഥോ ധർമ്മ തഥോ ജയ. എവിടെ ധർമ്മമുണ്ടോ ആ ധർമ്മത്തിനാണ് ജയമെന്ന് പ്രഖ്യാപിക്കുന്ന സുപ്രീം കോടതിയുടെ ആപ്തവാക്യത്തെക്കുറിച്ച് തമിഴ്നാട് ഉൾപ്പെടെ ഭരിക്കുന്ന ആൾക്കാരോട് എവിടെ നിന്നാണ് ഇതെടുത്തത്? ഈ ചോദ്യം ഞാൻ വിനയപുരസരം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാഭാരതത്തിൽ 11 സ്ഥലത്ത് യഥോ ധർമ്മ തഥോ ജയ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധർമ്മപുത്രരും ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും ഭീമനും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും അഭികാമ്യമായി തോന്നിയിട്ടുള്ളത് ഗാന്ധാരി അത് പറഞ്ഞ സന്ദർഭമാണ്. പ്രാചീന സങ്കല്പത്തിൽ കൗരവപക്ഷത്തിൻ്റെ അവരുടെ അമ്മയാണ്, മാതാവാണ്, മാതൃത്വമുള്ളവളാണ് ഗാന്ധാരി. ആ ഗാന്ധാരിയെ സംബന്ധിച്ചിടത്തോളം ആർജിക്കാവുന്ന എല്ലാ ആത്മീയ ശക്തിയും ആവാഹിച്ചെടുത്ത് സമർപ്പണത്തിൻ്റെ തൻ്റെ ജീവിതം തന്നെ തൻ്റെ പ്രിയതമന് കാഴ്ചയില്ലാത്തത് കൊണ്ട് അതുപോലും തൻ്റെ കാഴ്ച പോലും സമർപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് ഗാന്ധാരി. നമ്മളെല്ലാം കുരുക്ഷേത്ര യുദ്ധം കേട്ടിട്ടുണ്ടല്ലോ, കൗരവരും പാണ്ഡവരും. ആ യുദ്ധം അവസാനം പരാജയപ്പെടുമെന്ന ഘട്ടമെത്തിയപ്പോൾ അവിടെ കൗരവ സേനയെ നയിക്കുന്ന ദുര്യോധനൻ പെറ്റമ്മയുടെ മുന്നിലെത്തിയിട്ട് പറഞ്ഞു, അമ്മേ, നമ്മൾ യുദ്ധം തോൽക്കാനാണ് സാധ്യത, നമുക്കെതിരായ കാര്യങ്ങൾ പോകുന്നത്, നമ്മൾ തോൽക്കുമെന്ന് മാത്രമല്ല അമ്മയുടെ ഈ 100 മക്കളും
ഈ ഭൂമുഖത്തൊന്നും ഇല്ലാതാവും, അവരുടെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറയുന്നു, അമ്മയുടെ ഈ ശക്തി എല്ലാം ഒന്ന് കേന്ദ്രീകരിച്ച് അമ്മ ഞങ്ങളെ ഒന്ന് മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചാൽ, വിജയശ്രീ ഭവ എന്ന് ഉച്ചിയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചാൽ, ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയാൽ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മമാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ മക്കള്, നിങ്ങൾ ജന്മം കൊടുത്ത കുട്ടികൾ വന്നിട്ട് അമ്മ എൻ്റെ ജീവൻ അപകടത്തിലാണ്, അമ്മ എന്നെ ഒന്ന് വിജയശ്രീ ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് പാപം ചെയ്തവനായാലും നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽപ്പെട്ട എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും സഹോദരി എന്ത് ചെയ്യും? പക്ഷെ ഇവിടെ അവരെല്ലാ വേദനയും കടിച്ചമർത്തിക്കൊണ്ട് അവരെ ദുര്യോധനോടും കൂട്ടരോടും വിജയശ്രീ നിങ്ങൾക്ക് വിജയം ഭവിക്കട്ടെ എന്നല്ല അവിടെ പറഞ്ഞത്, മറിച്ച് അവര് പറഞ്ഞ വാക്കാണ് യഥോ ധർമ്മ തഥോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് ആ ധർമ്മം ജയിക്കണം. മാനവരാശി ഉള്ളിടത്തോളം കാലം, ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം നമ്മുടെ സൂക്തവാക്യമായി സുപ്രീം കോടതി പോലും സ്വീകരിച്ച ആ പദത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ ആളുകൾക്കെല്ലാം, മുഖ്യമന്ത്രിമാരായാലും ആരായാലും, ഞാൻ പേരൊന്നും ആരുടെയും പറയുന്നില്ല, കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സ്റ്റേറ്റിൽ നിന്നും അന്ന് അദ്ദേഹം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അദ്ദേഹം അന്നത്തെ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായിരുന്നെങ്കിലും തമിഴ്നാട്ടുകാരനായിട്ടാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. ആ ഡോക്ടർ രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായപ്പോൾ അദ്ദേഹത്തോട് ജർമ്മൻകാരനായ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ ചോദിച്ചു, സർ, ഐ വുഡ് ലൈക്ക് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. അദ്ദേഹം പറഞ്ഞു, ചോദിച്ചോളൂ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പണ്ഡിതനാണ്, ഏറ്റവും വലിയ ഫിലോസഫറാണ്, വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ കോവിലായി അദ്ദേഹത്തെ വേണമെങ്കിൽ, കോവിലിലെ അധിപനായി വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ചിത്രീകരിക്കാം. ഒരു ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ടു ദ വേൾഡ്? ലോകത്തിനുള്ള ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് രാഷ്ട്രപതി ആയപ്പോഴല്ല, ഉപരാഷ്ട്രപതിയായി ആദ്യം അധികാരമേറ്റപ്പോൾ കൊടുത്ത ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ ഓർക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. സ്പിരിച്വാലിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മീയതയാണ്. ആ ആത്മീയത എന്ന് പറയുമ്പോൾ ഹിന്ദുത്വത്തിലൂടെയാണ് ഭാരതത്തിൻ്റെ ആത്മീയത ലോകത്തിൻ്റെ മുമ്പിൽ മന്വന്തരങ്ങളിലൂടെ കടന്നു വന്നെത്തിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം അതൊന്നും വേണ്ട എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടെങ്കിലും അവരുടെ അജ്ഞതയോർത്ത് ഞാൻ തല താഴ്ത്തുകയാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ സ്പിരിച്വാലിറ്റി ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് അവർ കൺട്രി ടു ദ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞ ഒരു മഹത്തായ സന്ദേശത്തെ ഞാൻ ഓർക്കുന്നു. അവിടെയാണ് ഈ സ്വാമിമാരെ കാണുമ്പോൾ സ്വജീവിതം ഇതിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ള മാതൃകാപരമായ ജീവിതത്തിലൂടെ, സമർപ്പണത്തിലൂടെ, ത്യാഗത്തിലൂടെ ഒരു തലമുറയെ എത്രയോ കൊല്ലങ്ങളായി, എത്രയോ നൂറ്റാണ്ടുകളായി, പതിനായിരക്കണക്കിന് കൊല്ലങ്ങളായി വാർത്തെടുത്തതാണ് എന്നെയും, മലയാളിയായ എന്നെയും, തമിഴ്നാട്ടുകാരായ നിങ്ങളെയും, ഹിന്ദിക്കാരെയും, ദക്ഷിണേന്ത്യക്കാരെയും, ഉത്തരേന്ത്യക്കാരെയും എല്ലാം കൂട്ടിച്ചേർക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ വിശ്വാസം അതാണ്. അതില് പങ്കുണ്ടോ ആത്മീയതയ്ക്ക്? ഞാൻ ചോദിക്കട്ടെ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചോളൂ. രാമേശ്വരത്തെ പൂജാരി ആരാ? മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ആളുകളാണ്. കേദാർനാഥിലെയും അവിടെയുള്ള 2 ക്ഷേത്രങ്ങളിൽ ഒന്നിൽ നമ്മുടെ കേരളക്കരയിൽ നിന്നുള്ള, മലയാളത്തിൽ നിന്നുള്ള നമ്പൂതിരി ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇപ്പോഴും. മറ്റൊന്നിൽ കർണാടകത്തിൽ നിന്നുള്ളവരാണ്. അവിടുത്തെ മണ്ണ് രാമേശ്വരത്ത് അവിടുന്നുള്ള ഗംഗാജലം കൊണ്ടുവന്നല്ലേ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്? രാമേശ്വരത്തെ മണ്ണല്ലേ മറ്റൊരു
കാശിയിലെ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നത്? ഈ ബന്ധം ഇപ്പോഴുണ്ടായ 67 രാഷ്ട്രീയ പാർട്ടി, തമിഴ്നാട്ടിലെ പാർട്ടിയോ 21 കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ ഒന്നുമല്ല കൂട്ടിച്ചേർത്തത്. ഉത്തരം സമുദ്രസ്യാം തുടങ്ങുന്ന നമ്മുടെ ഭാരതത്തെ പറ്റിയുള്ള 4 അതിരുകൾ, ആ അതിരുകള് വിഷ്ണുപുരാണത്തിലുള്ളതാ. തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം രക്ഷതി എന്ന് പറയുമ്പോൾ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാ? ഇതൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും അനൗപചാരികമായി ഒരു യൂണിവേഴ്സിറ്റിക്കാരൻ്റെയും ഒരു ഗവൺമെന്റിൻ്റെയും അനുമതി കൂടാതെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മഹായജ്ഞത്തിലാണ് സ്വാമിജി ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിവിടെ എത്തിച്ചേർന്നപ്പോൾ വളരെയധികം ആഹ്ലാദവും അഭിമാനവും തോന്നുകയാണ്. അതിനുള്ള തുടക്കം ഇട്ടുകൊടുക്കുകയാണ്. ഇന്നിവിടെ നിന്നും ബിരുദം ഏറ്റുവാങ്ങിയ ആളുകളോട് ഞാൻ പറയുന്നു, നിങ്ങൾ കുടുംബിനികളായിരിക്കാം, അടുക്കളയുടെ അകത്തളത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വ്യാപാര രംഗത്തായിരിക്കാം, അല്ല ജോലിക്കാരാവും, ആരും ആയാലും ഇവിടെ നിന്ന് കിട്ടിയ ഈ പ്രചോദനം, നിങ്ങൾക്ക് കിട്ടിയ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു സങ്കല്പത്തിൽ മനുഷ്യജീവിതം യാത്രയാണ്. ആ യാത്ര അഭംഗുരം മുന്നോട്ട് കൊണ്ടുപോവുക. എൻ്റെ സമയത്തെ സംബന്ധിച്ചിടത്തോളം സ്വാമിജി പറഞ്ഞ സമയത്ത് നിർത്തേണ്ടത് കൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും ഇരുട്ടാണ് ചുറ്റും. ചിലർ ഇരുട്ട് പരത്തുകയാണ്. ഇരുട്ടിനെ പഴിക്കുന്നതിലും ഭേദം ഇരുട്ട് പോകില്ല. ശരിയാണ്, ഇരുട്ടിനെ ഇല്ലാതാക്കാൻ ഇരുട്ടിന് സാധിക്കില്ല. പക്ഷേ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കൈത്തിരി വെളിച്ചത്തിന് സാധിക്കും. അതുകൊണ്ട് ഇരുട്ടിനെ പഴിക്കുന്നതിലും ഭേദം ഒരു ചെറിയ കൈത്തിരി വെളിച്ചമായി മാറാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ കൂടുതലെല്ലാം ഞാൻ കൊടുത്ത ഈ ബിരുദങ്ങളെല്ലാം ഏറ്റുവാങ്ങിയത് സഹോദരിമാരാണ്. നിങ്ങൾ എത്ര പേർക്കറിയാം, ആഗ്നേയാസ്ത്രവും പാശുപതാസ്ത്രവും ഒക്കെ നിയന്ത്രിച്ചിരുന്നത് നമ്മുടെ വനിതകളായിരുന്നു. പാഞ്ചാലിയെ പോലുള്ളവർ നിയന്ത്രിച്ചതായി സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ചാക്രിക കുടം മാറി മാറി വരുന്നു. കക്ഷിരാഷ്ട്രീയത്തിനോ രാജനൈതിക പ്രസ്ഥാനങ്ങൾക്കോ അതിനെ ഒന്നും നിയന്ത്രിക്കാൻ പൂർണ്ണമായും സാധിക്കില്ല. മറിച്ച് ഈശ്വരത്തിലേക്ക് നമ്മെ നയിക്കാൻ സാധിക്കണം. വാക്കിലും മനസ്സിലും ഇന്ദ്രിയങ്ങളിലും വിശുദ്ധി ഉണ്ടാകണം. ഹൃദയത്തിൽ ആവോളം കരുണ വേണം. അത്തരം ആളുകളെയാണ് പൂർണ്ണ മനുഷ്യനെന്ന് ചാണക്യൻ ചിത്രീകരിച്ചിട്ടുള്ളത്. ആ പൂർണ്ണ മനുഷ്യന്മാരെ മെൻ മേക്കിംഗ് പ്രോസസ്, ആ മെൻ മേക്കിംഗ് പ്രോസസ്സിന് ഉള്ള അടിത്തറയിടുന്ന ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വേദനയൊപ്പാൻ മാനവികതയെ മനസ്സിലുണ്ടാക്കണം. ആ മാനവികത മനസ്സിലുണ്ടാക്കാൻ കച്ചവട സംസ്കാരത്തിലേക്ക് എത്തുന്ന രാജനൈതികതയ്ക്കോ ഭൗതികതയ്ക്കോ മാത്രമായി സാധിക്കില്ല. ആത്മീയതയുടെ ഉൾവെളിച്ചം ഉണ്ടാകണം. അതിന് തീർച്ചയായും നമുക്ക് സാധിക്കും. അതിനുള്ള അടിസ്ഥാനപരമായ ശാസ്ത്രീയ സത്യം കണ്ടെത്തിയത് നമ്മുടെ നാടാണ്. അതുകൊണ്ടാണ് ഭാരതീയ ടെക്നോളജി എന്ന് 1971 ഭാരതീയ ടെക്നോളജി എന്ന് RSSൻ്റെ BMS രൂപീകരിച്ച അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പുസ്തകം, അതിൽ ഇതെല്ലാം പറയുന്നുണ്ട്. 71 ഇറക്കിയ പുസ്തകമാണ്. നിങ്ങളെടുത്ത് വായിച്ചോളൂ. ഭാരതീയ ടെക്നോളജി. അദ്ദേഹം പറഞ്ഞ ടെക്നോളജിയോടൊപ്പം കൾച്ചർ ഉണ്ടാകണം. ആ കൾച്ചറും കൂടി കൂട്ടിച്ചേർന്നെങ്കിലേ ടെക്നോളജി പൂർണ്ണമാകൂ. നമ്മൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ശ്രമം എല്ലാ ആധുനികമായ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രങ്ങളും അതിനെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തീർച്ചയായും നമ്മുടെ ആന്തരിക സംസ്കാരം ആനോഭദ്ര കൃതവോ എന്ന വിശ്വന്തക. ലെറ്റ് നോബിൾ തോട്ട് കം ഫ്രം എനിവെയർ എവരിവെയർ. I am prepared to
ടു റിസീവ് ഇറ്റ്. എൻ്റെ ഹൃദയത്തിൻ്റെ കവാടം തുറന്നിട്ടിരിക്കുന്നു. ഏത് വിജ്ഞാനവും വരട്ടെ, ആരെയും തള്ളിയകറ്റാൻ, ആരെയും നിഷേധിക്കാനില്ല. കൊള്ളേണ്ടതിനെ കൊള്ളുകയും തള്ളേണ്ടതിനെ തള്ളുകയും ചെയ്യുന്ന മഹത്തായ ഒരു സംസ്കാരം. അതാണ് മനുഷ്യജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ കാണുന്നത്. നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അവിടെ നിങ്ങൾക്ക് കാണാം ഹ്യൂമൻ ലൈഫ്. നിങ്ങൾക്കവിടെ സയൻസ് കാണാൻ സാധിക്കും, നിങ്ങൾക്കവിടെ ഫിലോസഫി കാണാൻ സാധിക്കും, നിങ്ങൾക്കവിടെ രാഷ്ട്രതന്ത്രജ്ഞത കാണാൻ സാധിക്കും, നിങ്ങൾക്കവിടെ സയൻസ് കാണാൻ സാധിക്കും. കഴിഞ്ഞ നമ്മുടെ രാഷ്ട്രപതി അദ്ദേഹം അമേരിക്കയിൽ പോയ ശേഷം എന്നോട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റ് എന്നെ കാണിച്ചു ഒരിക്കൽ. ഇതിന് തൊട്ട് മുമ്പുള്ള രാഷ്ട്രപതി അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ ചെന്നാൽ അമേരിക്കയുടെ ശാസ്ത്രലോകത്തേക്ക് ഡോക്ടർമാരുടെ ഇടയിലേക്ക് പോയാൽ, ഡോക്ടർമാരെ ഒരു ലൈനായി അവിടെ നിർത്തിയാൽ 4-ാമത്തെ 5-ാമത്തെ ആള് ഭാരതീയ വംശനാണ്, നമ്മുടെ ഇന്ത്യക്കാരനാണ്, ആ നിലയ്ക്ക് പറയുകയുണ്ടായി. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, പാശ്ചാത്യ ലോകത്തെ നമ്മൾ വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ബെസ്റ്റ് ലുക്കിംഗ് പോളിസി, അഭിഭാഷകനാണ്ട് ഞാൻ പറയാം, ഒരു കേസ് നിർവചിക്കേണ്ടി വരുമ്പോൾ കോടതിയിൽ അവിടുത്തെ ന്യായാധിപൻ ഇന്നും നോക്കുന്നത് എങ്ങോട്ടാ? ബെസ്റ്റ് ലുക്കിംഗ് ലോയർ. നമ്മുടെ നാട്ടിലില്ലേ? അതൊക്കെ വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. പക്ഷേ പാശ്ചാത്യ ലോകം എന്നും നമ്മളെ തകർക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. വിൻസ്റ്റൺ ചർച്ചിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭയാണ്. ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഗാന്ധിജി എന്ന ഒരു മനുഷ്യൻ നമ്മുടെ മധുരയിൽ നിന്നാണ്. അദ്ദേഹം എനിക്ക് ഈ പാൻറ്റും ഷർട്ടും കോട്ടും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മുണ്ടും ഒരു മേൽമുണ്ടുമായിട്ട് ലോകം മുഴുവൻ പിന്നെ സഞ്ചരിച്ചത്. ആദ്യത്തെ വട്ടമേശ സമ്മേളനത്തിന് വേണ്ടി ക്ഷണിച്ചിട്ട് പോയി. ബെങ്കിങ്ങാം കൊട്ടാരത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ, നോ, യു ക്യാൻ എൻ്റർ ഓൺലി വിത്ത് ദി സൂട്ട് ഓഫ് ദാറ്റ് പാലസ് സൂട്ട് ധരിച്ച് അവരുടെ വസ്ത്രം ധരിച്ചാൽ മാത്രമേ കടക്കൂ. ആദ്യ വട്ടമേശ സമ്മേളനത്തിൽ ഈ തമിഴ്നാടിൻ്റെ മണ്ണിൽ നിന്നും മധുരയിൽ നിന്നും സ്വീകരിച്ച ആശയത്തിൻ്റെ ബഹിർസ്ഫുരണമായി, നോ, ഞാൻ കടക്കില്ല, നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ വന്നു, എൻ്റെ നാടിൻ്റെ എൻ്റെ രീതിക്കനുസരിച്ച് ഞാൻ വസ്ത്രം ധരിച്ചു വരും, അല്ല നിങ്ങളുടെ തിട്ടൂരത്തെ മാനിക്കില്ല. ഒരു ദിവസം മുഴുവൻ ചർച്ച നടന്നു, വാഗ്വാദം നടന്നു. ഗാന്ധിജി പിന്നോട്ട് പോയില്ല. അവസാനം ബ്രിട്ടീഷ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയുടെ മുമ്പിൽ ആ കൊട്ടാരത്തിൽ ആദ്യമായി ഒരൊറ്റ മുണ്ടും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ച് ഗാന്ധിജി കടന്നപ്പോൾ ലോകത്തിലെ അക്കാലത്തെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നു, എല്ലാം പരാജയപ്പെടുകയാണ്. ക്യാപിറ്റലിസം ടോട്ടലി ഫെയിൽഡ്. എവിടെയാ ക്യാപിറ്റലിസത്തിൽ ഇപ്പോൾ ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ സാധിക്കുമോ? പിന്നുള്ളത് രാഷ്ട്രീയമായിരുന്നു. ഞാൻ പേര് പറയുന്നില്ല. റഷ്യയുടെയും മറ്റും പ്രത്യയശാസ്ത്രത്തെ ലോകം വലിച്ചെറിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഒരു ശൂന്യതയുണ്ട്. തത്വശാസ്ത്രരംഗത്ത് ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത നികത്താൻ സാധിക്കുന്ന ലോകത്തിലെ ഏക ശക്തി ഭാരതമാണ്. നമ്മുടെ തത്വശാസ്ത്രമാണ്, നമ്മുടെ പുരാണമാണ്, നമ്മുടെ വേദങ്ങളാണ്, നമ്മുടെ ഉപനിഷത്തുക്കളാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാമിജിയുടെ ശ്രമത്തെ ഞാൻ നമ്മുടെ ജീവിത സമസ്യകൾക്കെല്ലാം കിട്ടാവുന്ന ഒരു ഉത്തരമായി ഈ മഹത്തായ സ്ഥാപനത്തെ ഞാൻ കാണുകയാണ്. ഞാൻ എല്ലാവരും ആശംസകളും അർപ്പിച്ചുകൊണ്ട്, സ്വാമിജി പറഞ്ഞതിൽ നിന്നും 3 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തുപോയി, അതിനെന്നോട് ക്ഷമിക്കണമെന്ന അഭ്യർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഈ കോൺവക്കേഷനിൽ ഇത് കിട്ടിയ ആളുകൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഔദ്യോഗികമായ തിട്ടൂരത്തെക്കാൾ രേഖയേക്കാൾ ഫലപ്രദമായ ഒന്നാണ് ഇവിടെ നിന്ന് ലഭിച്ചത്. അതിനെ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന പ്രത്യാശയോട്, സർവശക്തൻ്റെ മുമ്പുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമസ്കാരം, വണക്കം, ജയ് ഹിന്ദ്, ജയ് ഭാരത്. பல்கலைக்கழகங்களில் பட்டம் பெறுவதை விட வித்யாபீடத்தில் பட்டம் பெறுவதே
ദൈവത്തിൻ